ഹായ് ഓൾ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹൈദരാബാദി സ്വീറ്റ് മാംഗോ പിക്കിളാണ്. ഇത് പച്ച മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ബ്രെഡിനും എനിക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാം കേട്ടോ. അതുപോലെ ചപ്പാത്തിക്കൊക്കെ നല്ല സൂപ്പറായിരിക്കും കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഞാൻ കാണിക്കാം. ഞാനിവിടെ 4 കപ്പ് മാങ്ങയാണ് ഇതേപോലെ നൈസാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ഇതുപോലെ നീളത്തിൽ പീൽ ചെയ്തെടുക്കുന്ന ഒരു ഗ്രേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറേ നേരം ഇരുന്ന് മെനക്കെട്ടിട്ട് ഇതേപോലെ നൈസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് മാങ്ങ വേണ്ടത് നമ്മുടെ ഈ ഒരു റെസിപ്പിയിലേക്ക്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് പഞ്ചസാര ആഡ് ചെയ്യണം. അപ്പം 1 കപ്പിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് വീതം ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 3 കപ്പ് ആഡ് ചെയ്തിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ 1 കപ്പും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നല്ല പുളിയുള്ള പച്ച മാങ്ങയാണ് കേട്ടോ എടുക്കേണ്ടത് നമ്മുടെ ഈ ഒരു റെസിപ്പിയിലേക്ക്. അപ്പോൾ 3 കപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഇളക്കിയിട്ട് ഇതിലിങ്ങനെ വെള്ളം തെളിഞ്ഞ് വരും. അതുവരെ നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ, അതിൽ വെള്ളം കിനിയുന്ന കണ്ടോ? ഇതേപോലെ നന്നായിട്ട് വെള്ളം കിനിഞ്ഞ് വരും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ഇപ്പം നമ്മുടെ മാങ്ങയും പഞ്ചസാരയും കൂടെ കണ്ടോ നന്നായിട്ട് വെള്ളമായിട്ടുണ്ട്. ഇത് ഒരുപാട് നേരം ഒന്നും ഇളക്കണ്ട കേട്ടോ. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ ഇങ്ങനെയാവും. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകം. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഒന്നുകൂടെ ആ പഞ്ചസാര വെള്ളവും അതായത് മാങ്ങയിലത്തെ വെള്ളം കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് ഇറങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായി വെള്ളം കിനിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാകം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ ചെറിയമ്മ ഹൈദരാബാദിൽ നിന്ന് ഇത് ഉണ്ടാക്കിയത് കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ, കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാകും. കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു സ്വീറ്റ്സാണ്. പുളിയും എരിവും മധുരവും ഒക്കെ കൂടിയിട്ട്. അതുപോലെ തന്നെ ബ്രെഡിൻ്റെ കൂടെയും കഴിക്കുക, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അത് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെയുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാം. അപ്പോൾ ഞാൻ ഈ 4 കപ്പിലേക്ക് 3 കപ്പ് പഞ്ചസാര, ഇതാണ് ഞങ്ങൾക്ക് കറക്റ്റ് ഇതാണ് കേട്ടോ പാകം. ഇനിയിപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ട് വെച്ചെങ്കിൽ മാത്രം 1 കപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. 1 മുതൽ 1.5 വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മതിയാവും, ഇനി ചേർക്കേണ്ടതില്ല. ഞാനിതുപോലെ കുഞ്ഞ് ടീസ്പൂണിന് 1 ടീസ്പൂണാണ് കേട്ടോ എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കളറിനും ഒരു എരിവിനും വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ആഡ് ചെയ്യുന്നില്ല, ഞാനിത് മാത്രമാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കാം നമുക്ക്. ഇനി സാധാരണ ഈ ഒരു ഐറ്റം നമ്മൾ 7 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതേപോലെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിരിക്കണം കേട്ടോ. അതൊന്ന് ചൂടായി വരണം നന്നായിട്ട്. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു ചുണ്ടൽ എന്നാണ് ഇതിന് പറയുക. ഹൈദരാബാദിയുടെ ഒരു സ്വീറ്റ് മാംഗോ പിക്കിളാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം ഒരാഴ്ച നമ്മൾ ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരു തുണി കൊണ്ട് മൂടിക്കെട്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലത്ത് വെച്ച് 7 ദിവസം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക. അപ്പം അത്രയൊന്നും മെനക്കെടാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആക്കിയിട്ട് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. നമ്മുടെ ഈ ഒരു ഷുഗർ ഒരു നൂല് പരുവാകുന്ന വരെ നമ്മൾ ഇത് കുക്ക് ചെയ്യണം കേട്ടോ.
അതാണ് അതിൻ്റെ പാകം. ഒന്ന് കുറുകി കഴിഞ്ഞ ഒരു നൂല് പരിവാവും. അപ്പം അതുവരെ നമുക്ക് ഇതൊന്ന് കുറഞ്ഞ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു നൂല് പരിവായിട്ടുണ്ട്. ആ ഒരു നൂല് പരിവാവുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതായത് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. കാരണം ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ കുറുകിപ്പോവും, വറ്റിപ്പോവും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കട്ട പോലെയാവും കേട്ടോ. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്യാം സ്റ്റവ്. അപ്പം നൂലുപരിവ് ആവുന്ന വരെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പിന്നെ 7 ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തുണി കൊണ്ട് മാത്രം നമ്മൾ ഏത് പാത്രത്തിലാണോ വെയിലത്ത് വെക്കാൻ പോകുന്നത് അത് തുണി കൊണ്ട് മാത്രം കവർ ചെയ്തിട്ട് വെയിലത്ത് വെക്കുക. അപ്പം ഇതുപോലെ കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. അത് 7 ദിവസം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നമ്മുടെ സ്വീറ്റ് മാംഗോ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചുണ്ടൽ എന്ന് പറയും, ചുണ്ട എന്ന് പറയും. ഹൈദരാബാദി ഒരു നല്ല സ്വീറ്റ് ആയിട്ടുള്ള പിക്കിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും, മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ചപ്പാത്തി, ബ്രെഡ് അങ്ങനത്തെ ഐറ്റംസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 3 മാസത്തോളമൊക്കെ ഇരിക്കും കേട്ടോ. 3-4 മാസം ഇരിക്കും. പുറത്ത് വെക്കുകയാണെങ്കിൽ അധിക ദിവസം ഇരിക്കില്ല. എന്നാലും നമ്മൾ നന്നായി വറ്റിച്ച് കുറുക്കിയെടുത്തുകൊണ്ട് കുറേ ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് നന്നായി തണുത്തതിന് ശേഷം മാറ്റാം. ഇപ്പോൾ നന്നായി തണുത്തിട്ടില്ല, ഒരു 3/4 ഭാഗത്തോളം തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. താങ്ക് യു.